Module 5 in the part 3 is discussing about mechanical vibrations. So mechanical vibration means when a mechanical system is disturbed from its stable equilibrium position, that system will have a tendency to return to its equilibrium position due to the action of restoring force. So ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലുള്ളൊരു ബോഡി ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ that system will have a tendency അതിൻ്റെ ഒറിജിനൽ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് റീസ്റ്റോർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ദീസ് റീസ്റ്റോറിങ് ഫോഴ്സസ് ഇതിനെ ഒറിജിനൽ പൊസിഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്ന ഫോഴ്സസ് ദാറ്റ് ക്യാൻ ബി ഇലാസ്റ്റിക് ഫോഴ്സ് ആസ് ഇൻ ദ കേസ് ഓഫ് എ സ്പ്രിങ് or that can be a gravitational force as in the case of a simple pendulum. So ഈ രണ്ട് കേസുമാണ് അല്ലെങ്കിൽ ഈ രണ്ട് ടൈപ്പ് ഓഫ് മോഷനാണ് ഇനി മൊഡ്യൂൾ 5 ഡിസ്കസ് ചെയ്യുന്നത്. സ്പ്രിങ്ങിൻ്റെ മോഷൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആൻഡ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ്റെ പ്രോപ്പർട്ടീസ്. സോ ബേസിക്കലി മെക്കാനിക്കൽ വൈബ്രേഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 based on the direction of motion of the body with respect to the elastic mounting medium. ആ ഒരു വൈബ്രേറ്റിംഗ് ബോഡീനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ മൗണ്ടിങ് മീഡിയം അല്ലെങ്കിൽ സപ്പോർട്ടിൻ്റെ ആ ബോഡിയുടെ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് മെക്കാനിക്കൽ വൈബ്രേഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3: longitudinal vibration, transverse vibration and torsional vibration. These 3 vibrations can be explained with the help of an example. So consider a shaft whose end is fixed with a heavy disc like this. ഈ ഒരു കേസിൽ ഈ വെർട്ടിക്കൽ എലമെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഷാഫ്റ്റ്. ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഷാഫ്റ്റ് എ സർക്കുലർ ഡിസ്ക് ഈസ് കണക്റ്റഡ് ആൻഡ് വൺ എൻഡ് ഓഫ് ദി ഷാഫ്റ്റ് ഈസ് ഫിക്സഡ് ഓൺ ദി ടോപ്പ്. സോ ഈ ഒരു ഷാഫ്റ്റിൻ്റെ കേസിൽ നമുക്ക് 3 വൈബ്രേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് വൺ ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ. ലോഞ്ചിറ്റ്യൂഡൽ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഷാഫ്റ്റിന് വെർട്ടിക്കലായിട്ടൊരു പുള്ള് കൊടുക്കുകയാണെങ്കിൽ വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് അത് താഴേക്ക് മൂവ് ചെയ്യും. ദെൻ അത് ആ എക്സ് ഡിസ്റ്റൻസ് തന്നെ അല്ലെങ്കിൽ എക്സ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡായിട്ടത് മുകളിലേക്ക് മൂവ് ചെയ്യും. ഈ ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ് ഈ ബോഡിക്ക് ഉണ്ടാവുന്നത്, വിച്ച് ഇസ് പാരലൽ ടു ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പാരലലായിട്ടൊരു ടു ആൻഡ് ഫ്രോ മോഷൻ ഉണ്ടാവും. ഇതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ. ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഇഫ് ദിസ് ഡിസ്ക് ഈസ് മൂവിങ് ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദി ഷാഫ്റ്റ്. നമ്മുടെ ഷാഫ്റ്റിൻ്റെ ആക്സിസ് ഇങ്ങനെയുണ്ട്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ആ ഡിസ്കിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. ഇങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത്, ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അത് കുറച്ച് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, ദെൻ ഇങ്ങനെ മൂവ് ചെയ്യും. സോ ഈ ഷാഫ്റ്റിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഡിസ്ക് മൂവ് ചെയ്യുന്നത്. അതിനെയാണ് ട്രാൻസ്വേഴ്സ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് കേസ് ഈസ് torsional vibration. Torsional vibration means the disc is rotating about the axis of the shaft. കുറച്ച് ഡിസ്റ്റൻസ് അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ദെൻ അത് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യും. ആ ഒരു തീറ്റ ആംഗിൾ, അത്രയാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, വൈബ്രേഷൻ അല്ലേ. സോ കുറച്ചൊരു ഡിസ്റ്റൻസ് അത് എ ടു സി പോവും, ദെൻ അത് എയിലേക്ക് തിരിച്ചു വന്ന് ദെൻ ബിയിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് പോവും, ദെൻ എയിലേക്ക് വന്ന് സിയിലേക്ക്, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് ടോർഷണൽ വൈബ്രേഷൻ എന്ന് പറയുന്നത്. സോ ഈ മൂന്നുമാണ് ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് വൈബ്രേറ്റിംഗ് ബോഡി മെക്കാനിക്കൽ വൈബ്രേഷനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ആൻഡ് ദർ ആർ 2 more classification for the vibration. These are forced vibration and free vibration. Forced vibration means a vibration which is under the action of an external periodic force. So we are forcing a body to be in vibrational motion. So എപ്പോൾ ആ എക്സ്റ്റേണൽ ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യുന്നു, അതിൻ്റെ വൈബ്രേഷനും കൂടി സ്റ്റോപ്പ് ആവും. ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നിടത്തോളം ദാറ്റ് ബോഡി വിൽ ബി ഇൻ
vibration, that is forced vibration. And free vibration means if the external force is removed, then also the body continues in its vibration for some more time. External force remove ചെയ്താലും ആ വൈബ്രേറ്റിംഗ് ബോഡി കുറച്ചു നേരം കൂടി വൈബ്രേറ്റ് ചെയ്യും, ദാറ്റ് ഈസ് ഫ്രീ വൈബ്രേഷൻ. ആൻഡ് ഇത് ആസ് ദ ടൈം പാസസ് the body comes to rest, and this resistance force to this vibration is called damping force or damping. And based on this, the free vibration can be of two types: damped vibration and undamped vibration. Damped vibration means its amplitude changes with time പോകുന്നതനുസരിച്ച് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ആ ഒരു വൈബ്രേഷൻ മോഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞ് and eventually it comes to rest. That is called damped vibration. And undamped vibration means its amplitude does not change with time. So അതിൻ്റെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണോ ആംപ്ലിറ്റ്യൂഡ് അത് തന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, അതേ ആംപ്ലിറ്റ്യൂഡ് അതേ ഫ്രീക്വൻസിയിൽ അതിനെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അൺഡാംപ്ഡ് വൈബ്രേഷൻ. സോ ബേസിക്കലി എല്ലാ ഫ്രീ വൈബ്രേഷൻസും ഡാംപ്ഡ് വൈബ്രേഷനാണ്. ഇവിടെ ഒരു എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ മാത്രമേ അവിടെ അൺഡാംപ്ഡ് വൈബ്രേഷൻ്റെ കേസ് വരുന്നുള്ളൂ. സോ മെക്കാനിക്കൽ വൈബ്രേഷൻസ് രണ്ട് കേസസാണ് കൺസിഡർ ചെയ്യാനുള്ളത്. ഒന്ന് സ്പ്രിങ്ങിൻ്റെ ആൻഡ് ദെൻ സിമ്പിൾ പെൻഡുലം. സോ ഫസ്റ്റ് സ്പ്രിങ്ങിൻ്റെ കേസ് കൺസിഡർ ചെയ്യാം. സോ ഒരു സ്പ്രിങ് എടുത്ത് ഇഫ് യു ആർ കംപ്രസിങ് ഇറ്റ് വിത്ത് അവർ ഹാൻഡ്, ജസ്റ്റ് ഒന്നൊരു സ്പ്രിങ് എടുത്ത് നമ്മൾ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് സ്പ്രിങ് വിൽ ഓപ്പോസ് ദി അപ്ലൈഡ് ഫോഴ്സ് വിച്ച് കംപ്രസ് ദി സ്പ്രിങ്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് നമുക്ക് ആക്ട് ചെയ്യും, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒരു സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുമ്പോൾ ആ കംപ്രഷനെ ഒരു ഫോഴ്സ്, ആ സ്പ്രിങ്ങിൻ്റെ ഒരു ഫോഴ്സ് ആ കംപ്രഷനെ റെസിസ്റ്റ് ചെയ്യും. ആൻഡ് ദിസ് റെസിസ്റ്റൻസ് ഫോഴ്സ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഗിവൺ. എത്ര കംപ്രസ് ചെയ്തോ, എത്ര ഡിസ്റ്റൻസ്, എത്ര അതിനെ നമ്മൾ കംപ്രസ് ചെയ്തോ ആ കംപ്രസ് ചെയ്ത ഡിസ്റ്റൻസിന് ഡിസ്പ്ലേസ്മെൻറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. So that force, that resisting force or that spring force is proportional to the displacement of the spring. That is spring force Fs is proportional to displacement x. So Fs, spring force Fs equal to a constant into the displacement x. And this constant, this proportionality constant is known as stiffness of a spring or spring constant, which is denoted by the letter K. So Fs, spring force Fs equal to K into x, and K is called spring constant or stiffness of spring, and that K is equal to Fs by x, and its unit will be Fs by x. Fs is force which is in Newton, and x is displacement which is in meters. So unit of stiffness is Newton per meter. And then natural frequency of this longitudinal vibration of a spring. So consider a spring of length L, just free ആയിട്ടിരിക്കുകയാണ്, and one end is fixed at the top and the other end is free, and I'm hanging a body of mass m is attached at the end of the spring. Then the spring will be stretched, or the spring will be elongated to a distance delta. ഈ ഒരു ലെങ്ത്തിലുള്ള ഒരു സ്പ്രിങ്ങിനെ ഒരു മാസ് എം അറ്റാച്ച് ചെയ്യാണ്, ജസ്റ്റ് അറ്റാച്ച് ചെയ്യുന്നുള്ളൂ, മൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് അറ്റാച്ച് ചെയ്യാം. സോ അറ്റാച്ച് ചെയ്യുമ്പം ഈ സ്പ്രിങ് ഒന്ന് ഇലോങ്ങേറ്റഡ് ആവും ബൈ ഡിസ്റ്റൻസ് ഡെൽറ്റ, ആൻഡ് ദിസ് ഡെൽറ്റ ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് ദി സ്പ്രിങ്. സോ ഈ മാസ് എം ഇപ്പോഴും റെസ്റ്റിൽ തന്നെയാണ്, മൂവ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അറ്റാച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ സ്പ്രിങ് ഒന്ന് ഇലോങ്ങേറ്റഡ് ആയി, ജസ്റ്റ് സ്ട്രെച്ച്ഡ് ആയി. സോ എം is at rest, and the forces acting on this mass is the self weight active. M into G എന്ന് പറഞ്ഞാൽ അതിൻ്റെ self will be acting in the downward direction, and one more force is acting on the body is its spring force. Already പറഞ്ഞു spring force Fs equal to K into x.
സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ ഉണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ആണ് സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ. സോ സ്പ്രിംഗ് ഫോഴ്സ് ഇസ് കെ ഇൻറ്റു ഡെൽറ്റ. സോ ഈ രണ്ട് ഫോഴ്സാണ് ഇപ്പോൾ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ സെൽഫ് വെയ്റ്റ് എം ജിയും അതിൻ്റെ സ്പ്രിംഗ് ഫോഴ്സ് കെ ഡെൽറ്റയും. സിൻസ് ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, the net force will be 0. So net force is mg minus k delta equal to 0. So mg equal to k delta. And when the body is displaced by an amount x from the equilibrium position by an external force, and if the external force is removed, then the body will vibrate between the two extreme positions with an amplitude x. So this was its initial position. Then the equilibrium position after attaching mass m, and I am giving an external force in the downward direction which displaces the body by an amount x. Capital X എന്നുള്ള ഡിസ്റ്റൻസ് അത്രയും ഞാൻ താഴേക്ക് തന്നെ പുൾ ചെയ്യാണ്. ആൻഡ് ദെൻ ഐ എം റിമൂവിങ് ദാറ്റ് ഫോഴ്സ്. then the body will starts vibrating. ഫസ്റ്റ് ഈ ഒരു പൊസിഷനിലായിരുന്നു അതിന് ഫോഴ്സ് കൊടുക്കുമ്പോൾ, പുള്ള് കൊടുക്കുമ്പോൾ, ആൻഡ് ദെൻ ആ ഒരു ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ എം ഇവിടെ നിന്ന് ഈ ഒരു പൊസിഷൻ വരെ പോവും, ക്യാപിറ്റൽ എക്സ് ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് ആംപ്ലിറ്റ്യൂഡ്. ആൻഡ് ദെൻ ഈ പൊസിഷനിലേക്ക് വരും. ദെൻ ഇറ്റ് സ്റ്റാർട്ട്സ് വൈബ്രേറ്റിംഗ് ബിറ്റ്വീൻ ദീസ് ടു പൊസിഷൻസ്. So consider a position in between these two extreme positions. So ഇതാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു ഇവിടെ വരെ അതിൻ്റെ എക്സ്ട്രീം പൊസിഷൻസ്. സോ മീൻ പൊസിഷനിൽ എക്സ്ട്രീം പൊസിഷനിൽ ഇൻ ബിറ്റ്വീൻ ഒരു പൊസിഷൻ സ്മോൾ എക്സ് ഡിസ്റ്റൻസിൽ ഫ്രം ദ മെയിൻ പൊസിഷൻ സ്മോൾ എക്സ് ഡിസ്റ്റൻസിലൊരു പൊസിഷൻ കൺസിഡർ ചെയ്യാം. സോ ഇൻ ദിസ് പൊസിഷൻ ദ ബോഡി ഈസ് ഇൻ മോഷൻ. So net force is acting on the body is self weight ആക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ എം ജി, ആൻഡ് ദെൻ അവിടെ ആക്ട് ചെയ്യുന്നത് സ്പ്രിംഗ് ഫോഴ്സ് തന്നെയാണ്. സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ആ സ്പ്രിങ് ഒരു സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ കൊടുത്തിട്ടുണ്ട് ഡെൽറ്റ, പ്ലസ് ഇപ്പോൾ അത് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് താഴേക്ക് വന്നിട്ടുണ്ട്. സോ ടോട്ടൽ ഡിഫ്ലക്ഷൻ ഇസ് ഡെൽറ്റ പ്ലസ് എക്സ്. സോ സ്പ്രിംഗ് ഫോഴ്സ് ഇസ് കെ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ. ഈ രണ്ട് ഫോഴ്സാണ് ഈ ഒരു പൊസിഷനിൽ ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. സോ ഇൻ ദിസ് കേസ് ദ ബോഡി ഈസ് ഇൻ മോഷൻ. അത് മൂവ് ചെയ്യുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ എക്സ്ട്രീം പൊസിഷൻസ്. ആ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. ആ മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ളൊരു പൊസിഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ ദ ബോഡി ഈസ് ഇൻ മോഷൻ. ദെൻ ദ നെറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. സോ എം ജി മൈനസ് k into x plus delta equal to mass into acceleration. അതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എം ജി മൈനസ് കെ എക്സ് മൈനസ് കെ ഡെൽറ്റ ഈക്വൽ ടു എം ഇൻറ്റു എ എന്ന് പറയുന്നത് ടി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. സോ ഇൻ ദ പ്രീവിയസ് കേസ് വി ഹാവ് പ്രൂവൺ ദാറ്റ് എം ജി ഈക്വൽ ടു കെ ഡെൽറ്റ. സോ രണ്ട് ടേംസും ക്യാൻസലായി പോവും. ദെൻ വി വിൽ ഗെറ്റ് മൈനസ് കെ എക്സ് ഈക്വൽ ടു എം ഇൻറ്റു ടി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. സോ വി ക്യാൻ റൈറ്റ് ദിസ് as d square x by dt square plus k by m into x equal to 0. This is the equation of spring motion. So then our equation d square x by dt square plus k by m into x equal to 0. Compare this equation with equation of SHM. So simple harmonic motion equation എന്ന് പറയുന്നത്, simple harmonic motion കേസിൽ നമ്മൾ ആക്സലറേഷൻ്റെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. a ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. എ എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. സോ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് വരും. ആൻഡ് ദാറ്റ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. സോ ഈ രണ്ട് ഇക്വേഷനും കൂടി ഈ ഒരു ഇക്വേഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ ഓഫ് എസ് എച്ച് എം. സോ കമ്പയറിങ് ദീസ് ടു ഇക്വേഷൻസ്, സ്പ്രിംഗ് മോഷൻ്റെ ഇക്വേഷനും എസ് എച്ച് എമ്മിൻ്റെ ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം. സോ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. റിലേഷൻ ബിറ്റ്വീൻ ദി ആംഗുലർ വെലോസിറ്റി ആൻഡ് ഫ്രീക്വൻസി ആസ് ഒമേഗ ഈക്വൽ ടു 2 pi f. So f equal to
omega by 2 pi. That frequency, this is called, ഈ സിസ്റ്റം ഫ്രീ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഫ്രീക്വൻസി ക്യാൻ ബി കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി. സോ ദാറ്റ് നാച്ചുറൽ ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു ഒമേഗ ബൈ 2 pi. സോ എഫ് ഈക്വൽ ടു ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റൂട്ട് ഓഫ് കെ ബൈ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we'll get f equal to 1 by 2 pi into root of k by m. And time period is പറയുന്നത് it's the inverse of frequency. So 1 by f, that is 2 pi into root of m by k. ഇത്രയാണ് സ്പ്രിങ്ങിൻ്റെ ബേസിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് സ്പ്രിങ്ങും ഒരു മാസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു സിംഗിൾ സ്പ്രിങ് അല്ല കണക്ട് ചെയ്യുന്നത്. ദർ ക്യാൻ ബി മോർ ദാൻ വൺ സ്പ്രിങ് ക്യാൻ ബി കണക്റ്റഡ് ടു എ മാസ്. ഈ സ്പ്രിങ്ങിനെ കണക്ട് ചെയ്യുന്നത് സീരീസ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ ആയിരിക്കാം. സോ ഫസ്റ്റ് ഈ ഒരു കണക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3 സ്പ്രിങ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റിഫ്നെസ് K1, K2, K3 are connected end to end, and then at the end of the third spring a mass is attached to it. ഈ ഒരു കണക്ഷനെയാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. So in this case springs are connected in series. Since it is having different stiffness, ഒരു mass attach ചെയ്യുമ്പോൾ these 3 springs can be having different deflection also. അതിന് സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതിനുണ്ടാവുന്ന ഡിഫ്ലക്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു സ്പ്രിങ്ങിന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ആ മാസിന് ഉണ്ടാവുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ദി സം ഓഫ് ഇൻഡിവിജ്വൽ ഡിഫ്ലക്ഷൻസ് കോസ്ഡ് ബൈ ദി സ്പ്രിങ്സ്. സോ ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3. ആൻഡ് വി ഹാവ് ടു റീപ്ലേസ് ദിസ് സ്പ്രിങ് കോമ്പിനേഷൻ വിത്ത് എ സിംഗിൾ സ്പ്രിങ്. ഈ ഒരു 3 സ്പ്രിങ്ങിനെയും കൂടി വി ആർ റീപ്ലേസിംഗ് വിത്ത് എ single spring of stiffness Ke, which is called equivalent stiffness. So ഈ ഒരു 3 സ്പ്രിങ്ങിനെയും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഈ 3 സ്പ്രിങ്ങിനെയും ഒരു സ്പ്രിങ് വെച്ച് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ദി ടോട്ടൽ ഡിഫ്ലക്ഷൻ ഓഫ് ദി മാസ് ഡെൽറ്റ ഷുഡ് ബി ഈക്വൽ ടു ദി സ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ ഓഫ് ദി ഈക്വലൻറ്റ് spring. So delta E should be equal to delta. That will be equal to delta 1 plus delta 2 plus delta 3. So mg equal to k delta. The equation already derive ചെയ്തിട്ടുണ്ട്. So delta will be equal to mg by k. And substitute the value of delta in the previous equation. That is delta E equal to delta 1 plus delta 2 plus delta 3 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഡെൽറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വലൻറ്റ് സ്പ്രിങ്ങിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത് എം ജി ബൈ കെ ഇ. ആൻഡ് ഫസ്റ്റ് സ്പ്രിങ്ങിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എം ജി ബൈ കെ 1, സെക്കൻഡ് സ്പ്രിങ്ങിൻ്റെ എം ജി ബൈ കെ 2, തേർഡ് സ്പ്രിങ്ങിൻ്റെ എം ജി ബൈ കെ 3. സോ ഈ ഒരു ഇക്വേഷൻ വരും. ഇതിൽ എം ജി കോമൺ ആണ്, അത് ക്യാൻസൽ ആയി പോകുമ്പോൾ 1 by ke equal to 1 by k1 plus 1 by k2 plus 1 by k3. So when the springs are connected in series, its equivalent stiffness is given by 1 by ke equal to 1 by k1 plus 1 by k2 plus 1 by k3. This is the second type of connection in which the 3 springs of different stiffness are arranged parallelly and a mass is connected or attached at the end of all the 3 springs. So our mass direct ആയിട്ട് 3 സ്പ്രിങ്ങുമായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. This type of connection is called parallel connection. So consider this case. ഈ 3 സ്പ്രിങ്ങും ഡയറക്റ്റ് ആയിട്ട് മാസ്സായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ട്. സോ മാസിനുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ തന്നെയായിരിക്കും അതിലെ ഓരോ സ്പ്രിങ്ങിനും ഇൻഡിവിജ്വൽ ആയിട്ട് ഉണ്ടാവുന്നത്. ഇവിടെ ഡിഫ്ലക്ഷൻ കോമൺ ആയിരിക്കും. മാസിന് ഡെൽറ്റയാണ് ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ
K1 K2 K3 ഉള്ള 3 സ്പ്രിങ്ങിനും ഡിഫ്ലക്ഷൻ ഡെൽറ്റ തന്നെ ആയിരിക്കണം, എന്നാലേ അത് ബാലൻസ്ഡ് ആവണുള്ളൂ. സോ ആ ഒരു കേസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ ഒരു മാസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് സെൽഫ് വെയ്റ്റ് ഉണ്ട് mg ആൻഡ് അതിൻ്റെ സ്പ്രിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ 3 സ്പ്രിങ്സ് ഉണ്ട്. സോ 3 സ്പ്രിംഗ് ഫോഴ്സ് ഉണ്ട്. ഫസ്റ്റിൻ്റെ K1 ഇൻറ്റു ഡെൽറ്റ, സെക്കൻഡ് K2 ഡെൽറ്റ, തേർഡിൻ്റെ K3 ഇൻ ഡെൽറ്റ. സോ ടോട്ടൽ ഫോഴ്സ്, ടോട്ടൽ സ്പ്രിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് K1 ഡെൽറ്റ പ്ലസ് K2 ഡെൽറ്റ പ്ലസ് K3 ഡെൽറ്റ എന്നായിരിക്കും. സോ സിൻസ് ദ ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം, the net force will be 0. So we will get the equation mg equal to K1 delta plus K2 delta plus K3 delta. So mg equal to K1 plus K2 plus K3 into delta. And ഈ ഒരു ഈക്വലൻറ്റ് സ്പ്രിങ്ങിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 3 സ്പ്രിങ്ങിനെയും കൂടി നമ്മൾ ഒരു സ്പ്രിങ് വെച്ചിട്ട്, ഒരു സിംഗിൾ സ്പ്രിങ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. ദാറ്റ് ഇസ് ഈക്വലൻറ്റ് സ്പ്രിങ്. സോ ഇൻ ദ കേസ് ഓഫ് ദിസ് ഈക്വലൻറ്റ് സ്പ്രിങ്, ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് will be 0, that is mg minus അവിടെ ആക്ട് ചെയ്യുന്ന സ്പ്രിംഗ് ഫോഴ്സസ് ke ഇൻറ്റു ഡെൽറ്റ ഇ ആണ്. mg മൈനസ് ke ഡെൽറ്റ ഇ ഈക്വൽ ടു 0 വരും. സോ mg ഈക്വൽ ടു ke ഇൻറ്റു ഡെൽറ്റ ഇ. സോ ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ K1 plus K2 plus K3 into delta equal to Ke into delta E എന്ന് വരും. For the single spring to be equivalent to the 3 springs, this delta should be equal to delta E. നമ്മൾ ഈ 3 സ്പ്രിങ്ങിനും കൂടി ഒരു സിംഗിൾ സ്പ്രിങ് വെച്ചിട്ട് ഈക്വലൻറ്റ് സ്പ്രിങ്ങിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ രണ്ടിൻ്റെ ഡിഫ്ലക്ഷൻ സെയിം ആയിരിക്കണം. സോ ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ഇ. സോ ഡെൽറ്റ രണ്ട് സൈഡിലും ക്യാൻസൽ ആയി പോവും. ദെൻ യു വിൽ ഗെറ്റ് ദ ഇക്വേഷൻ Ke ഈക്വൽ ടു K1 plus K2 plus K3. So in the case of a springs connected in parallel connection, the equivalent stiffness or equivalent stiffness equal to K1 plus K2 plus K3. And next problem consider. A body of mass 50 kg is suspended by 2 springs of stiffness 4 kN per meter and 6 kN per meter as shown in figure A, B and C. The body is pulled 50 mm down from its equilibrium position and then released. Calculate the frequency of oscillation, maximum velocity and maximum acceleration. So frequency ഒക്കെ കാണാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് ഉണ്ട്. 1/2 pi into root of K by M ഒക്കെ വെച്ചിട്ട്. സോ ഒരു സിംഗിൾ സ്പ്രിങ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ സ്പ്രിങ്ങിൻ്റെ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ മോർ ദാൻ 1 സ്പ്രിങ് ഉണ്ട്. സോ അത് ഏത് ടൈപ്പ് ഓഫ് കണക്ഷൻ ആണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിച്ചിട്ട് വേണം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ഫസ്റ്റ് കൺസിഡർ ദ കേസ് എ. എന്നുള്ള കേസിൽ രണ്ട് സ്പ്രിങ്സ് എൻഡ് ടു എൻഡ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻഡിലാണ് മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ദ സ്പ്രിങ്സ് ആർ ഇൻ സീരീസ് കണക്ഷൻ. സോ സീരീസ് കണക്ഷനിലാവുമ്പോൾ അതിൻ്റെ ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ് കാണാനുള്ള ഇക്വേഷൻ 1/ke ഈക്വൽ ടു 1/k1 പ്ലസ് 1/k2. സോ K1ഉം K2യും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ശ്രദ്ധിക്കണം, ആ വാല്യൂ തന്നിരിക്കുന്നത് കിലോന്യൂട്ടൺ പെർ മീറ്ററിലാണ്. സോ കെഇയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് കിലോന്യൂട്ടൺ പെർ മീറ്ററിലാണ്. നമുക്ക് SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. സോ യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു ന്യൂട്ടൺ പെർ മീറ്റർ. 2.4 കിലോന്യൂട്ടൺ പെർ മീറ്റർ ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ 2400 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. ആൻഡ് ദെൻ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ 1/2 pi into root of K by M. കെയുടെ വാല്യൂ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് 1.1 cycles per second or 1.1 hertz എന്ന് കിട്ടും ഫ്രീക്വൻസി. ആൻഡ് ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് മാക്സിമം വെലോസിറ്റി. മാക്സിമം വെലോസിറ്റി ഇക്വേഷൻ ഒമേഗ ഇൻറ്റു എക്സ്. അതിൽ SHMൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഒമേഗ ഇൻറ്റു ആർ. ആർ ഇസ് ദി ആംപ്ലിറ്റ്യൂഡ്. ഇവിടെയും ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് തന്നെയാണ്. സോ ആദ്യം ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 50 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളതിൻ്റെ ഒമേഗ കാണണം. ഒമേഗ കാണാൻ ഒമേഗയും ഫ്രീക്വൻസി നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്. ഒമേഗ ഈക്വൽ ടു 2πf. സോ കണ്ടുപിടിച്ചിട്ടുള്ള എഫിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6.93 റേഡിയൻസ് പെർ സെക്കൻഡ് കിട്ടും.
and then maximum velocity is omega into amplitude. 6.93 into amplitude 50 mm ആണ്. Converted it into meters, 0.05 meters വരും. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെലോസിറ്റിയുടെ മാക്സിമം വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും. ആൻഡ് ദെൻ മാക്സിമം ആക്സലറേഷൻ. മാക്സിമം ആക്സലറേഷൻ ഇസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. 6.93 square into 0.05. You will get the answer as 2.4 meter per second square. ഇത്രയാണ് ഫസ്റ്റ് കേസിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ദെൻ സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസിൽ ദിസ് കണക്ഷൻ എൻഡ് ടു എൻഡ് കണക്ട് ചെയ്യുവാണെങ്കിലാണ് അത് സീരീസ് ആവുന്നത്. ഇവിടെ എൻഡ് ടു എൻഡ് അല്ല, ഈ രണ്ട് സ്പ്രിങ്ങും ഡയറക്റ്റായിട്ട് മാസുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എൻ പാരലൽ കണക്ഷൻ. എല്ലാ സ്പ്രിങ്ങും മാസുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നതുകൊണ്ട് ദാറ്റ് ഈസ് എൻ പാരലൽ കണക്ഷൻ. സോ പാരലൽ കണക്ഷനിൽ ഈക്വലൻറ്റ് സ്റ്റിഫ്നെസ് കാണാനുള്ള ഇക്വേഷൻ കെ ഇ ഈക്വൽ ടു K1 plus K2. So K1 and K2 value substitute ചെയ്യുമ്പോൾ 10 kN per meter എന്ന് വരും. Substitute it into Newton per meters by multiplying by 1000. So 10,000 Newton per meters. And then frequency കാണാനുള്ള equation 1/2 pi root of K by M. K യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, M ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. You will get 2.25 cycles per second or hertz എന്ന് കിട്ടും. And then maximum velocity കാണാൻ omega into x, omega കാണാൻ 2 pi f. So 2 pi into 2.25 into ആംപ്ലിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും 0.71 meter per second. ആൻഡ് ദെൻ മാക്സിമം ആക്സലറേഷൻ കാണാൻ omega square into x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 meter per second square എന്ന് കിട്ടും. ആൻഡ് തേർഡ് കേസിലും ഈ രണ്ട് സ്പ്രിങ്സും ഡയറക്റ്റായിട്ട് മാസുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എൻ പാരലൽ കണക്ഷൻ. സോ പാരലൽ കണക്ഷനിൽ ബി പാർട്ടിൽ ചെയ്ത പോലെ തന്നെ, ബിയുടെ ഫിഗറിന് ചെയ്ത അതേപോലെ തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂഷനും ഇക്വേഷനൊക്കെ വരുന്നത്. സോ ആൻസേഴ്സും ബിയിൽ ഉള്ള പോലെ തന്നെ വരും. എഫ് എസ് 2.25 cycles per second, maximum velocity is 0.71 meter per second, and maximum acceleration is 10 meter per second square. And next question, determine the weight which is to be connected to a spring of stiffness 5 Newton per centimeter so that the weight is oscillating with a time period of 1 second. So ഒരു സ്പ്രിങ്ങിലേക്ക് 5 Newton per centimeter സ്റ്റിഫ്നെസ്സുള്ള ഒരു സ്പ്രിങ്ങിലേക്ക് ഒരു വെയിറ്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിനെ ഓസിലേറ്റ് ചെയ്യുന്നത് വിത്ത് ടൈം പീരീഡ് ഓഫ് 1 second. നമ്മൾ എത്ര വെയിറ്റ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് കാണേണ്ടത്. സ്റ്റിഫ്നെസ് തന്നിട്ടുണ്ട്, ടൈം പീരീഡ് തന്നിട്ടുണ്ട്. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ 2 pi into root of m by k. ഇതിൽ എമ്മും കാണണം, ടി തന്നിട്ടുണ്ട്, കെ തന്നിട്ടുണ്ട്, എം കാണണം. സോ കെ തന്നിട്ടുള്ളത് 5 Newton per centimeter ആണ്. ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് ആക്കണം. അപ്പോൾ 5 into 10 square Newton per meter എന്ന് വരും. ആൻഡ് ടി 1 second സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ 12.66 kilogram എന്ന് വരും. ദെൻ അതിനെ വെയിറ്റിലേക്ക് കൺവേർട്ട് ഇൻറ്റു 9.81 ചെയ്ത് കഴിഞ്ഞാൽ 124.24 Newton.